അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു മഗ്ഫിറത്തു ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി അമ്മാ ബഅദ്. മഹല്ലി 4-ാം വാല്യം 44-ാം പേജ്. വലു അബാനഹ, വല്ല പുരുഷനും അയാളെ ഭാര്യയെ വേർപ്പെടുത്തിയാൽ എങ്ങനെയാണ് വിട്ടുപിരിച്ചത്? ഈ ഹൊല്ലിൻ ഒന്നുകിൽ ഹൊല്ല് ചെയ്തിട്ട്, ഇവന്ന് കാലം തലാഖില്ലെന്നതിനാണല്ലോ ഹൊല്ല് എന്ന് പറയുക. ഔ ഹൈരിയനെ ഹൊൽ അല്ലാത്ത ഫസ്ഖിൽ കൂടിയോ തലാഖിൽ കൂടിയോ മറ്റോ വിട്ടുപിരിച്ചു. ഇപ്പോൾ വലകത്ത് ശേഷം അവൾ പ്രസവിച്ചു. ലി അർബൈ സിനീന ഒമാദൂന, 4 കൊല്ലത്തിലോ അല്ലെ 4 കൊല്ലത്തിനേക്കാൾ താഴെയുള്ള സമയത്തോ എന്ന് മുതൽ ഈ മക്തൽ ഇബാനത്തി, ഭർത്താവ് അവളെ കൊല്ലിൽ കൂടിയോ മറ്റോ വേർപ്പെടുത്തിയതിന് ശേഷം മുതൽ 4 കൊല്ലത്തിൻ്റെ ഉള്ളിലോ 4 കൊല്ലത്തിൻ്റെ ലോ ആയിട്ട് പ്രസവിച്ചാൽ ലഹിഖഹുൽ വലദു, ആ കുട്ടി ഈ വേർപ്പെടുത്തിയതായിരിക്കുന്ന ഭർത്താവിനോട് ചേരും. ഔലി അക്സറ മിൻഹ, ഇനി 4 കൊല്ലത്തിലോ 4 കൊല്ലത്തിനേക്കാൾ താഴെയോ അല്ല, മറിച്ച് 4 കൊല്ലത്തിനേക്കാൾ കൂടുതൽ ടൈം കഴിഞ്ഞതിൻ്റെ ശേഷമാണ് അവൾ പ്രസവിച്ചതെങ്കിലോ ഫലാ യൽഹഖുഹു, ആ കുട്ടി ഈ വേർപ്പെടുത്തിയതായിരിക്കുന്ന പിരിച്ച ഭർത്താവിനോട് ചേരൂല. എന്തേ 4 കൊല്ലത്തിനേക്കാൾ കൂടുതൽ കഴിഞ്ഞതിന് ശേഷം പെറ്റിക്കുകയാണെങ്കിൽ ഒരാൾ ചേരാണ്ടിരിക്കാൻ കാരണം എന്ന മുദ്ദത്തൽ ഹംലി, ഏതൊരു ഗർഭത്തിൻ്റെയും ടൈമാകുന്നത് സമയമാകുന്നത് കത്തബുലുഹു, ചിലപ്പോൾ അത് എത്തിയേക്കും മറബാസിനീന, 4 കൊല്ലം വരെ എത്തിയേക്കും. അതുകൊണ്ടാണ് 4 കൊല്ലമോ അതിൻ്റെ ഉള്ളിലോ ഒക്കെ പ്രസവിച്ചാൽ അയാളിലേക്ക് ചേരാൻ കാരണം. വഹിയ, ഈ 4 കൊല്ലം എന്നുള്ളത് അക്സറു മുദ്ദത്തിഹി, ഹംലിൻ്റെ ടൈമിൽ വെച്ച് ഏറ്റവും അധികരിച്ചാണ്. ഹംല് കൂടിയാൽ 4 കൊല്ലം ഉണ്ടാവുള്ളൂ. അപ്പോൾ 4 കൊല്ലത്തിനേക്കാൾ കൂടുതലാവുമ്പം അത് കഴിഞ്ഞല്ലോ. അതുകൊണ്ടാണ് അവിടെ 4 കൊല്ലത്തിനേക്കാൾ കൂടുതലായാലും അയാളോട് ചേരുക എന്നുള്ളത്. കമസ്തുഖിയ, അങ്ങനെ ഹംലിൻ്റെ മുദ്ദയിൽ വെച്ച് ഏറ്റവും അക്സർ 4 കൊല്ലമാണ് എന്നതിനെ പരിശോധിച്ചറിയപ്പെട്ട പോലെ, ഇസ്തിഖ്റയിൽ കൂടി ബോധ്യപ്പെട്ട പോലെ. അതിലൊക്കെ അക്സറുഹും, എന്നാൽ അസ്ഹാബ് എന്നുള്ള വളരെ കൂടുതൽ, അല്ലെങ്കിൽ ഫുഖഹാക്കൾ എന്നുള്ള വളരെ കൂടുതൽ ആളുകളും നിരുപാധികമാക്കി ഇത്ലാഖാക്കി അൽ അർബാസിനീന, 4 കൊല്ലം എന്നുള്ളതിനെ ഈ വക്തിൽ ലിബാനത്തി ഇത്ലാഖാക്കി എന്ന് പറഞ്ഞാൽ ഉലൂക്കിൻ്റെ ഇംകാന്, ഈ ഇബാനത്തിൻ്റെ മുമ്പ് ഗർഭം ധരിക്കാനുള്ള ഇംകാനുണ്ടായ ടൈം മുതൽ എന്നൊന്നും കൈത് കൊടുക്കാതെ നിരുപാധികം പറഞ്ഞു വരും. മാവ സിയാഖു കലാമിൽ മുസന്നിഫ് റഹിമത്തുള്ളാഹിയുടെ കലാമിൻ്റെ പോക്കും അങ്ങനെ ആയ പോലെ. അതെന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള ഫുഖഹാക്കളൊക്കെ കലാം തരുന്നവർ മുസന്നിഫിൻ്റെ കലാമും, കാരണം നേരത്തെ പറഞ്ഞത് വലു അബാനഹ എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ പ്രകാരം ഈ അറബൈ സീന പറഞ്ഞാൽ ഇബാനത്ത് മുതൽക്ക് 4 കൊല്ലം എന്നാണ്, അങ്ങനെയാണ് ഓരോ വാക്കൊക്കെ അറിയിക്കുന്നത്. ഖാല റാഫിയോ, അപ്പോൾ ഇമാം നബി റളിയല്ലാഹു അൻഹു അടക്കമുള്ളതായിരിക്കുന്ന ഫുഖഹാക്കളൊക്കെ ഇത്ലാഖാക്കിയാണ് ഈ വക്തിൽ ഇബാനത്തി എന്ന് പറഞ്ഞതെങ്കിൽ അതിനെക്കുറിച്ച് റാഫിമാൻ പറഞ്ഞു ഫിഹി തസാഹുലിൻ, ആ ഇത്ലാഖിൽ ഒരു തസാഹുൽ, വിട്ടുവീഴ്ച സംഭവിച്ചിട്ടുണ്ട്, കറക്റ്റായിട്ടില്ല പറച്ചില്. ഒരു കവീമു, കറക്റ്റായ പറച്ചിലാണ് പറയേണ്ടത്. മാ ഖാലുഹു അബൂ മൻസൂരിന് തമീമിയു, അബൂ മൻസൂരി തമീമി എന്ന മഹാൻ പറഞ്ഞതാണ്. അത് എങ്ങനെ പറഞ്ഞത്? മുയ്ത്തറിദൻ, അദ്ദേഹം തന്നെ ഇത്രാളാക്കുന്ന നിലക്കാണ് പറഞ്ഞത്. അലൈഹിം, ഈ ഇത്ലാഖാക്കിയതായിരിക്കുന്ന അക്സരീങ്ങളെ മേലെ ഇത്രാളാക്കിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു, എന്തെന്ന് പറഞ്ഞു? മിം വക്തി ഇംകാനിൽ ഉലൂക്കി കബൽ ലിബാന എന്നാണ് പറഞ്ഞത്. അപ്പം വേർപെടുത്തിയ മുതൽക്ക് 4 കൊല്ലം അങ്ങനല്ല, വേർപെടുത്തുന്നതിന് മുമ്പ് ഗർഭം ധരിക്കാൻ സാധ്യതയുള്ള ടൈം മുതൽക്ക് എന്നാണ്. അങ്ങനെയാണ് ശരിക്കും പറയേണ്ടത്. കറക്റ്റായ പറച്ചിലതാണ്. അപ്പം ഇല്ല, അങ്ങനെ ഒരു കൈത് കൊടുക്കാതെ മീൻ വക്തി ഇംകാനിൽ ഉലൂക്കി കബൽ ലിബാന എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ ഇല്ല സാദത്ത് മുദ്ദത്തുൽ ഹംലി, അവിടെ ഹംലിൻ്റെ ടൈം ഏറി എന്ന് വരും. അല്ല അറബൈ സിനീന, 4 കൊല്ലത്തിനേക്കാൾ കൂടിയെന്ന് വരും. ഇസ്തിഖ്റയിൽ കൂടി ബോധ്യപ്പെട്ടതാണെങ്കിൽ 4 കൊല്ലം ഹംലിൻ്റെ മുദ്ദയിൽ അക്സർ ഉണ്ടാവുന്നല്ലേ, അതിനേക്കാൾ കൂടുതൽ വരും. ഉദാഹരണം പറഞ്ഞാൽ ഇപ്പം ഭാര്യയും ഭർത്താവും തമ്മിൽ ഒരുമിച്ച് കൂടിയിട്ട് 2 കൊല്ലം കഴിഞ്ഞു. അപ്പോൾ 2 കൊല്ലം ആയി ഒരുമിൽ തിരെ ചേർന്നിട്ടില്ല, അവൻ ഗൾഫിൽ കയറ്റം പോയി. പിന്നെയാണ് ഇബാനത്തുണ്ടായത്. അപ്പോൾ ഈ ഇബാനത്തുണ്ടായത് മുതൽക്ക് 4 കൊല്ലം എന്ന് പറഞ്ഞാൽ അപ്പം ഒരു ഉലൂക്ക് ഉണ്ടാകാൻ 2 കൊല്ലം മുമ്പല്ലേ ഒരു ചേർന്നത്. അപ്പോൾ പിന്നെ 6 2 6 അല്ല 4 2 6 കൊല്ലം വരെ ഹംലിൻ്റെ ടൈം എന്ന് പറയുന്നതിലേക്ക് എത്തില്ലോ എന്ന് ഈ പിന്നെ ഇമാം റാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞു. വലു തല്ലഖ, വല്ല ഭർത്താവും തലാഖ് ചൊല്ലി റജിയ തലാഖിൽ ചവളം മടക്കിയെടുക്കാൻ പറ്റും. ആ നിലക്ക് ഇവളൊന്നും വാങ്ങാതെ 10ൻ്റെ ശേഷം 3-ൽ താഴെ തലാഖിലും വല്ലോ റജിയാകുക, അങ്ങനെ ചൊല്ലി. വൽഹാരു, എത്തരത്തിൽ അവസ്ഥയാകുന്നത് നേരത്തെ പറഞ്ഞാണ്. നേരത്തെ പറഞ്ഞത് ലിത്യാനബി വലദില്ലി അർബൈ സീനാവലി അക്സറ,
ഒന്നുകിൽ 4 കൊല്ലത്തിൻ്റെ ഉള്ളിലായിട്ട് കുട്ടിയെ ഓൾ പെറ്റ്, അല്ലെങ്കിൽ 4 കൊല്ലത്തിനേക്കാൾ കൂടുതലായിട്ട് പെറ്റെന്ന് പറഞ്ഞ്, എന്നാൽ 4 കൊല്ലത്തിൻ്റെ ഉള്ളിലായിട്ടാണ് പെറ്റെങ്കിൽ അവനോട് ചേരുന്നു, 4 കൊല്ലത്തിനേക്കാൾ കൂടുതൽ കഴിഞ്ഞിട്ടാണെങ്കിൽ അവനോട് ചേരില്ല എന്നുള്ളതാണ്. ആ നിലക്ക് ആണ് അതിന് അവസ്ഥ എന്ന് പറയുന്നത്. അപ്പം ആ നിലക്ക് റജിയ നിലക്ക് തലാഖ് ചൊല്ലിയാൽ ഹുസിബത്തിൽ മുദ്ദത്തോ, ഈ പറഞ്ഞ മുദ്ദ അഥവാ 4 കൊല്ലം എന്നൊക്കെ പറഞ്ഞ ആ മുദ്ദനെ കണക്കാക്കപ്പെടുക മിനത്തലാഖി എന്നാണോ തലാഖ് നടന്നതെങ്കിൽ അത് മുതൽക്കാണ്. എന്നെ റജി താൻ്റെ റജിയായ തലാഖില്ലിയാൽ ആ തലാഖില്ലിയ മുതൽക്കാണ്. നേരത്തെ ഫസ്റ്റത്തെ തലാഖ് മുതൽക്കല്ല എന്ന് പറയാൻ കാരണം എന്താ? എന്നെ റജിയത്തെ മടക്കിയെടുക്കപ്പെടാൻ പറ്റിയതായിരിക്കുന്ന ഭാര്യ കൽ ബായിനി, ബായിനായ ഭാര്യനെ പോലെയാണ്. അല്ല, റജിയ തലാഖാകുമ്പോൾ റജിയായ പെണ്ണിനെ തലാഖ് ചൊല്ലി, എന്നാൽ ഫസ്റ്റിലേക്ക് എന്നാൽ തലാഖ് നടന്നല്ലോ, അത് മുതൽക്കാണ്. ഈ കാരണം എന്താ? എന്നെ റജിയത്ത, കാരണം റജിയത്തായ ഭാര്യ കൽ ബായിനി, അവൾ ഭർത്താവുമായി വിട്ടുപിരിഞ്ഞതായ 3 ചൊല്ലി പിരിച്ച പെണ്ണിനെ പോലെയാണ്. ഈ വിഷയത്തിൽ ഫീ തെഹരീമിൽ വത്തി, അവളെ വത്ത് ചെയ്യാൻ പറ്റൂല എന്നുള്ള വിഷയത്തിൽ. അപ്പോൾ അവിടെ ഇബാനത്ത് മുതൽക്ക് അവളെ വായനാക്കി മുതൽക്കാണല്ലോ. അപ്പം എന്ന മാതിരി ഇവിടെയും തലാഖിലി മുതൽക്കാണ്. ഫഖദാഫി അമ്രിൽ വരതി എന്ന മാതിരി തന്നെ. അപ്പോൾ തെഹരീമുൽ വത്തിൻ്റെ വിഷയത്തിൽ ബായിനെ പോലെയാണെന്ന് വെക്കുമ്പോൾ അതുപോലെ തന്നെ ആകണം ഫി അമ്രിൽ വരതില്ലതി ഹുവ നതീജത്തുഹു, ആ വത്തിൻ്റെ ഫായിദയായിട്ടുണ്ടാകുന്ന സന്താനത്തിൻ്റെ വിഷയത്തിലും അതും ബായിനെ പോലെയാണ്. ബായിലാണെങ്കിൽ ഇബാനത്ത് മുതൽക്കല്ലേ കണക്കാക്കുക. അപ്പോൾ പ്രകാരം ഉള്ള ഇബാനത്ത് ആ തലാഖിലാണ്, അത് മുതൽക്കാണ് കണക്കാക്കുക എന്നർത്ഥം. അഫിയ കൗലി, ഒരു ലൈഫായ കൗലുണ്ട്, മിൻ ഇൻസ്രാമിൽ ഇദ്ദത്തി, അല്ല തലാഖല്ലിയ മുതൽക്കല്ല, മറിച്ച് ഉള്ള ഇദ്ദെന്നാണോ അവസാനിക്കുന്നത് അത് മുതൽക്കാണെന്ന്. അതിന് കാരണം എന്താ? എന്നെ റജീയത്ത, ഈ റജീയായിരിക്കുന്ന ഇദ്ദയിലിരിക്കുന്ന ഭാര്യ കൽ മങ്കൂഹത്തി, വിവാഹം ചെയ്യപ്പെട്ട ഭാര്യനെ പോലെയാണല്ലോ ഈ മൂലമിൽ അഹ്കാമി, മുഖ്യവിധികൾ, ചൈറത്തിൻ്റെ വിഷയം, നഫ്ക കൊടുക്കണം എന്നുള്ള വിഷയം, ഭർത്താവിന് സമ്മതപ്രകാരം പുറത്തു പോകാൻ പാടുള്ളൂ, ഇങ്ങനത്തെ വിഷയത്തിലൊക്കെ. ഫീ ഇത്ലാഖിൽ കൗലൈനി, ഇവിടെ 2 കൗലിനെ ഇത്ലാഖാക്കി. അതായത് ഇദ്ദ തീർന്നത് മുതൽക്ക് എന്നൊരു കൗല്, അല്ല തലാഖ് മുതൽക്ക് എന്ന് പറഞ്ഞു. ഒരാടെ ഇത്ലാഖാക്കി പറഞ്ഞാൽ അവിടെ എന്ത് കൈത് കൊടുത്തില്ല, അതിൻ്റെ മുമ്പ് ഉലൂക്ക് നടന്ന ടൈം മുതൽ കൈത് കൊടുക്കാതെ ഇത്ലാഖാക്കി പറഞ്ഞതിലുണ്ട്. ആ തസാഹുലു വിട്ടുവീഴ്ച ചെയ്യലുണ്ട്, കറക്റ്റ് ഒഴിവാക്കിയിട്ടുണ്ട്. അല്ലാതെ അങ്ങനെയുള്ളതായിരിക്കും തസാഹുലാണ് തബയ്യന, അത് നേരത്തെ പറഞ്ഞതിൽ വെളിവായല്ലോ. നേരത്തെ വലു തല്ലക്ക റജി എന്നുള്ള മത്തിൻ്റെ തൊട്ട് മുമ്പ് പറഞ്ഞല്ലോ, അത് അബൂ മൻസൂർ തമീമി എന്നവർ പറഞ്ഞേ. അങ്ങനെ വരികയാണെങ്കിൽ അത് ഇത്ലാഖാക്കി പറഞ്ഞിരിക്കുകയാണെങ്കിൽ ഹംദിൻ്റെ മുദ്ദ 4 കൊല്ലത്തിനേക്കാൾ കൂടുക എന്നുള്ള പ്രശ്നം വരുന്നൊക്കെ കാലൂഫി ഷറീ സഹീലി, ആ തസാവുൽ ഇവിടെയും വരുമെന്നതിന് റാഫി അഹമ്മദിൻ്റെ ഷറീ സഹീൽ പറഞ്ഞിട്ടുണ്ട്. വാലസ്ഥാനി, അപ്പോൾ രണ്ടാമത് നീ പറഞ്ഞത് വഫീ കൗലി മിൻ ഇൻസിറാമിൽ ഇദ്ദത്തി എന്ന് പറഞ്ഞല്ലോ, അതാ രണ്ടാമത്തത്. ഇദ്ദ കഴിഞ്ഞിടം മുതൽക്കാണ് മുദ്ദനെ കണക്കാക്കുക, 4 കൊല്ലം കണക്കാക്കുക എന്നുള്ളത് പ്രകാരം. ഇതാ അത്തത്ത്, ഈ ഭാര്യ പ്രസവിച്ചാൽ, ഈ വലതിൻ്റെ ഒരു കുഞ്ഞിനെ പ്രസവിച്ചു, ഈ അക്സമിൻ 40 സിനീന, 4 കൊല്ലത്തിനേക്കാൾ കൂടുതൽ കഴിഞ്ഞതിന് ശേഷം, ഈ വക്തിങ്കിലായി ഇദ്ദത്തി, ഓളെ ഇദ്ദ തീർന്ന ടൈം മുതൽ 4 കൊല്ലത്തിനേക്കാൾ കൂടുതൽ. എങ്ങനെ ഇദ്ദ തീർന്നു? ബിൽ അക്രായി, കുറുകളെ കൊണ്ട് ഇദ്ദ തീർന്നതിന് ശേഷം തീർന്നിട്ട് 4 കൊല്ലത്തിനേക്കാൾ കൂടുതൽ ടൈമായിട്ടാണ് കുഞ്ഞിനെ പ്രസവിച്ചെങ്കിൽ ആ കുഞ്ഞൻ ചേരൂലഹു, ഈ ഭർത്താവിനോട് ചേരൂല. എന്താ ചേരാണ്ടിക്കാൻ കാരണം? അന്നാൻ അത്തഹക്കു, കാരണം നമ്മൾ ഉറപ്പിക്കുന്നുണ്ട് ഇന്തിഫാൽ ഹംലില്ല എന്ന്. അക്രായി കുറുകൾ 3 കുറുണ്ടായല്ലോ, അപ്പോൾ ഇതിന് ഹംലില്ല നമുക്ക് ഉറപ്പാകുന്നുണ്ട്. അപ്പോൾ തബീനു, അപ്രകാരം മോൾ ബായിനാകുന്നുണ്ട് ബിങ്കിലായ, ആ കുറു കയ്യലോടുകൂടി. അതാ ഇങ്ങനെ 4 കൊല്ലത്തിന് കഴിഞ്ഞിട്ട് കുറുകൾ കൊണ്ട് ഇത് ശ്രമം മുതൽക്ക് 4 കൊല്ലം കഴിഞ്ഞിട്ട് പറ്റാലും അവനോട് ചേരൂല എന്നീ പറഞ്ഞത്. അപ്പുറത്ത് ഭാര്യ സമ്മതിച്ചിട്ടുണ്ടെങ്കിലാണ് ബിങ്കിലായ, ഓളെ യുദ്ധ തീർന്നിക്കണമെന്ന് സമ്മതിച്ചെങ്കിലാണ്. അപ്പോൾ ഇല്ല, ഓളെങ്ങനെ യുദ്ധ തീർന്നെന്ന് പറയുന്നില്ലെങ്കിലോ ഫൽ വലതു, ഈ കുഞ്ഞനാകുന്ന എല്ലൊക്കെ അവനോട് ചേരും. വൈൻ താല സമാനം, അവിടെ 4 കൊല്ലത്തിനേക്കാൾ കൂടുതൽ സമയം ഉണ്ടാലും. എന്താ ചേരാൻ കാരണം? എന്നെ തുഹുറ, കാരണം 3 കുറു അല്ലേ വേണ്ടത്. അതിൽ ഈ തുഹുർ എന്നുള്ള കതി എത്തബാദു സിനീൻ, അത് വർഷങ്ങളോളം നീണ്ടിക്കാലോ. മാസത്തിനും തന്നെ ശുദ്ധി ഉണ്ടായിക്കൊള്ളുന്നില്ല. ചിലപ്പോൾ ഒരു ശുദ്ധി കഴിഞ്ഞ് അടുത്ത അയലിൻ്റെ ഇടയ്ക്ക് രഫരായത് കഴിഞ്ഞ് അടുത്ത അയലിൻ്റെ ഇടയ്ക്ക് ചിലപ്പം വർഷങ്ങൾ കഴിഞ്ഞിട്ടാകാലോ. അപ്പം വർഷങ്ങളോളം തൂറ് നീളൂലേ. അപ്പം തമ്തദ്ദുല്ലിദ്ദത്തു, അപ്പം തൂറങ്ങനെ നീളം നോക്കുമ്പം ഇത് നീളും. തൂരി ആ തൂറ് നീളമാകുന്നതിന് വേണ്ടി. അപ്പം ചിലപ്പോൾ 2 കൊല്ലത്തിൽ ഒരു തൂറൊക്കെ ആയിരിക്കും ചിലപ്പോൾ കിട്ടുക. അപ്പോൾ വർഷങ്ങളിങ്ങനെ നീളല്ലോ. വയസ്സു ഹക്കം നാബി സുബൂത്തിൻ നസബി, അവൻ നസബ സ്ഥിരപ്പെടുന്നു പറഞ്ഞു നമ്മൾ. അപ്പോൾ 4 കൊല്ലത്തിൻ്റെ ഉള്ളിലായിട്ടുള്ള പ്രസവിച്ചാൽ അങ്ങനെ പറഞ്ഞിടത്തിൽ
തക്കൂനിൽ മറുപത്തു, ഈ പെണ്ണാകും മുഹത്തത്തിന് ഇദ്ദ ഇരുന്നവളായിട്ട് കൂട്ടും എൽവള്ള ഈ പ്രസവിക്കുന്നത് വരെ. അതുവരെയോളം ഇദ്ദിരിക്കുന്നവളെ ഹുക്മാ നോക്കുമ്പോൾ ഫയസ്ബുദ്ദി സൂചി ഭർത്താവിനൊക്കെ സ്ഥിരപ്പെടും റജത്തിൻ്റെ ഇടക്കൊക്കോളം മടക്കിയെടുക്കാം. എപ്പോഴെങ്കിലും റജിയത്തിനോട് മടക്കിയെടുക്കാൻ പറ്റിയ പെണ്ണാണെങ്കിൽ പിന്നെ ഹുല്ലോ അല്ലെങ്കിൽ മൂന്നോ ഒന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ പലാ സുഖന മാത്രമല്ല അവൾക്ക് കിട്ടേണ്ടതുണ്ട് സുഖനാവൻ്റെ ഫക്കത്തു ഭർത്താവിൽ നിന്ന് അത്രയും കാലത്തേക്കുള്ള താമസ സ്ഥലവും അതുപോലെ തന്നെ ചെലവും ഒക്കെ കിട്ടാനും അവകാശം ഉണ്ടാകും. സുബ്ഹാനക്കല്ലാഹുമ്മ